ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഡോക്ടർ അപർണ. നമ്മളിന്ന് നമ്മളുടെ വരുന്ന ജനുവരിയിലെ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, നമ്മളുടെ സിലബസ് എങ്ങനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്താലോ. അതിനുശേഷം ഏതൊക്കെ ടോപ്പിക്സിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതായത് നമ്മുടെ തൊട്ട് കഴിഞ്ഞ സെറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ സെറ്റ് എക്സാമിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നതിനെ തന്നെ 5 മൊഡ്യൂൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. മൊഡ്യൂൾ 1 വരുന്നത് പീരിയോഡിസിറ്റി ആൻഡ് കെമിസ്ട്രി ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കെമിസ്ട്രി ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. മൊഡ്യൂൾ 3 കോർഡിനേഷൻ കെമിസ്ട്രി വരുന്നുണ്ട്. മൊഡ്യൂൾ 4 ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി ആണ്. അതേപോലെ മൊഡ്യൂൾ 5 ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി ആണ്. അത് അടുത്ത് നമ്മുടെ സിലബസിലുള്ള യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2വിനെയും എന്ത് തന്നെയായിട്ട് 5 മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റും ആരോമാറ്റിസിറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ തന്നെ റിയേജൻസും നെയിം റിയാക്ഷൻസും ഒക്കെ പഠിക്കണം. മൊഡ്യൂൾ 3 ആയിട്ട് സ്റ്റീരിയോ കെമിസ്ട്രി കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 4 ആയിട്ട് ഫോട്ടോ കെമിസ്ട്രിയും പെരിസൈക്ലിക് റിയാക്ഷൻസും ആണ് നൽകിയിരിക്കുന്നത്. അതേപോലെ യൂണിറ്റ് 2വിലെ മൊഡ്യൂൾ 5 നമുക്ക് തന്നിരിക്കുന്നത് നാച്ചുറൽ പ്രൊഡക്ട്സും ബയോമോളിക്യൂൾസും ആണ്. എല്ലാവരും പഠനമൊക്കെ നല്ല രീതിയിൽ തുടങ്ങി അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പഠനമൊക്കെ തുടങ്ങി നല്ല രീതിയിൽ പഠനം പോകുന്നു എന്നേ പോലും കുറച്ചുകൂടി ഒന്ന് നമുക്ക് നല്ല രീതിയിൽ പഠനം ബെറ്റർ ആക്കണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ CCയിൽ ജനുവരിയിലെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച്, ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് PYQ ഡിസ്കഷനിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ സിലബസിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സിലബസിൽ 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. അതിൽ തന്നെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 2 തെർമോഡൈനാമിക്സ് ആണ്. മൊഡ്യൂൾ 3 കെമിക്കൽ കൈനറ്റിക്സ് ആണ്. മൊഡ്യൂൾ 4 ഇലക്ട്രോ കെമിസ്ട്രി ആണ്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് സർഫസ് കെമിസ്ട്രി, കൊളോയിഡ്സ് ആൻഡ് കറ്റാലിസിസ് എന്ന ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ തിയററ്റിക്കൽ കെമിസ്ട്രി എന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 4. അതിനെയും 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ക്വാണ്ടം മെക്കാനിക്സ് വരുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ കെമിക്കൽ ബോണ്ടിങ്. തേർഡ് മൊഡ്യൂളിൽ മോളിക്കുലാർ സിമെട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി വരുന്നുണ്ട്. മൊഡ്യൂൾ 4 മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഇൻ കെമിസ്ട്രി ആണ്. അടുത്ത യൂണിറ്റിലേക്ക് പോയാൽ യൂണിറ്റ് 5 അനലിറ്റിക്കൽ കെമിസ്ട്രി ആണ്. അതിനെയും 5th മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി. സെക്കൻഡ് മൊഡ്യൂൾ സെപ്പറേഷൻ ടെക്നിക്ക്. തേർഡ് മൊഡ്യൂൾ ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ്. 4th മൊഡ്യൂൾ ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ് ആണ്. 5th മൊഡ്യൂൾ തെർമൽ ആൻഡ് റേഡിയോ കെമിക്കൽ മെത്തേഡ്സ് ആണ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്. 6th യൂണിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സെലക്റ്റഡ് ടോപ്പിക്സ് ഇൻ കെമിസ്ട്രി ആണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കെമിസ്ട്രി ആണ്. സെക്കൻഡ് മൊഡ്യൂൾ മെറ്റീരിയൽ കെമിസ്ട്രി ആണ്. തേർഡ് മൊഡ്യൂൾ എൻവയോൺമെന്റൽ കെമിസ്ട്രി. 4th മൊഡ്യൂൾ പോളിമേഴ്സ് ആണ്. അതേപോലെ 5th മൊഡ്യൂൾ മെഡിസിനൽ കെമിസ്ട്രി. അപ്പോൾ സിലബസിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടി അല്ലേ? അപ്പൊ പഠിക്കാൻ തുടങ്ങിയവരൊക്കെ ഇപ്പോൾ ഓൾറെഡി സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഈ സിലബസ് കാണുമ്പോൾ തന്നെ വെറുതെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻ ഡെപ്തിലുള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ സിലബസിന് ഏതൊക്കെ ഭാഗത്തില് നമ്മളൊന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ ഭാഗത്ത് നിന്ന് നമ്മൾ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെയൊക്കെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾക്കിപ്പോൾ തൊട്ട് മുന്നേ നടന്ന സെറ്റ് എക്സാമിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറെ ടോപ്പിക്സ് ഉണ്ട്, അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുറെ ടോപ്പിക്സ് ഉണ്ട്. നമുക്കറിയാം കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു
മേഖലയായിരുന്നു നമ്മളുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതേപോലെ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റീരിയോ കെമിസ്ട്രി, ആരോമാറ്റിസിറ്റി, പെരിസൈക്ലിക്, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ്. അതേപോലെ തന്നെ ഇതിനു മുൻപ് നടന്ന സെറ്റ് എക്സാമിൻസിൽ നിന്നും വ്യത്യസ്തമായി ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ ഈ ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ. അപ്പൊ കുറെ പേരൊക്കെ ഇത്രയും നാളും ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ ഇല്ല, 1-2 ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന ഫീൽഡ് ഒഴിവാക്കി എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് സങ്കടമായി. കാരണം ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഈ പറയുന്ന ഈ ഒരു 6 ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ടോപ്പിക്സ് ആയിരുന്നു ഈ പറഞ്ഞ 6 ടോപ്പിക്സ്. അതിനുശേഷം നമുക്ക് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിലെ സെലക്ടഡ് ടോപ്പിക്സ്, അതേപോലെ തന്നെ നെയിമിംഗ് റിയാക്ഷൻസിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സാധാരണഗതിയിൽ ഓർഗാനിക് നമ്മളെ കുഴപ്പിക്കുന്നതിന് വേണ്ടി വളച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മേഖലകൾ. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നും വ്യത്യസ്തമായി ചോദിച്ചത് ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് തിയറി ആയിരുന്നു. ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡ് ഒഴിവാക്കിയവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്തു. അതേപോലെ പ്രോബ്ലംസ്, കഴിഞ്ഞ സെറ്റ് എക്സാമിന് കുറെ പ്രോബ്ലംസ് ഡയറക്റ്റ് ഇലക്ട്രോ കെമിസ്ട്രി അങ്ങനെയൊക്കെയുള്ള ചില ടോപ്പിക്സിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചു. ഇത്രയും നാളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ട ഒരു പ്രവണതയായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് സെറ്റ് എക്സാമിന് വരുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് അറിഞ്ഞു പഠിച്ചാൽ നമുക്കും ഈ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കൂടി ഉപകാരപ്രദമാവട്ടെ. താങ്ക്